ഈ പ്രളയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തടയാൻ സാധിക്കുന്നതല്ല. പക്ഷേ പ്രളയത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ട് ചില ഒരുക്കങ്ങൾ നടത്തിയാൽ മതി. അത് ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രളയത്തിന് മുൻപേ തന്നെ നടത്തേണ്ട, അല്ലെങ്കിൽ മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട ചില മുന്നൊരുക്കങ്ങളുണ്ട്. ഈ തോട് കയ്യേറിയും കായൽ കയ്യേറിയും ഒക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോഴും, അല്ലെങ്കിൽ പല തോടുകളും ഇല്ലാതായി പോകുന്നൊരവസ്ഥ വരുമ്പോഴും, പല തോടുകളും നികത്തപ്പെടുമ്പോഴും ഇതൊക്കെ നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഇവിടുത്തെ നാട് ഭരിക്കുന്നവർക്കുമുണ്ട്, ഈ നാട്ടിൽ ജീവിക്കുന്നവർക്കുമുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പല പ്രവചനങ്ങളും പലപ്പോഴും നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുക. കാരണം ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എറണാകുളം ജില്ല മഴയുണ്ടോ? ചെറിയ ഓടകളിൽ നിന്ന് അത് കടലിലേക്ക് ഈ സാധനം എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇറിഗേഷൻ വകുപ്പ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ളൊരു ഏകോപനം, വിവിധ വകുപ്പുകളുമായിട്ടുള്ള ഏകോപനം ഒക്കെ ഇതിനകത്ത് സാധ്യമാണ്. PWD ആയിട്ടുള്ള ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള വകുപ്പുകളുടെയൊക്കെ യോഗം വിളിച്ചു കൂട്ടി കൃത്യസമയത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഡ്രൈനേജ് സംവിധാനമൊക്കെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രളയത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസത്തെ ദുരിതപ്പേത്തിന് ചെറിയൊരു ശമനം വന്നിരിക്കുകയാണ്. ഒരു വേള 2018 സമാനമായ മറ്റൊരു പ്രളയത്തെ കേരളം മുന്നിൽ കണ്ടിരുന്നു. പ്രധാനമായും 3 മലയോര ജില്ലകളെയാണ് ഇത്തവണ ഇതുവരെ ബാധിച്ചിരിക്കുന്നത്. ഇനിയും ആശ്വസിക്കാറായിട്ടില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. നമുക്കറിയാം, ഒരു 2018 അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ വരെ ഇങ്ങനെ തുടർച്ചയായിട്ട് മഴക്കാലത്ത് ദുരിതങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോൾ മാത്രമായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് എല്ലാ മഴക്കാലത്തും ഒരു പ്രളയ സമാനമായ അന്തരീക്ഷമാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലാഷ് ഫ്ലഡ്സ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ളൊരവസ്ഥയാണ്. ഒരു 3-4 മാസം എന്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ആഗോളതാപനം പോലത്തെ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ട് കാരണങ്ങളായിട്ട്, അല്ലെങ്കിൽ സമുദ്രത്തിലൊക്കെ നടക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ ഒരു കാരണമാണ് എന്ന് പറയുമ്പോഴും പ്രാദേശികമായി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ വന്ന എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യത്യാസത്തിന് കാരണം? ഈ പ്രളയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തടയാൻ സാധിക്കുന്നതല്ല. പക്ഷേ പ്രളയത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ട് ചില ഒരുക്കങ്ങൾ നടത്തിയാൽ മതി. അത് ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രളയത്തിന് മുൻപേ തന്നെ നടത്തേണ്ട, അല്ലെങ്കിൽ മഴക്കാലത്തിന് മുൻപേ നടത്തേണ്ട ചില മുന്നൊരുക്കങ്ങളുണ്ട്. ഈ മുന്നൊരുക്കങ്ങൾ പലപ്പോഴും നമ്മൾ നടത്താതിരിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള പ്രളയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പോൾ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വയനാട് സംഭവിച്ച ദുരന്തം, അതും മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. പലപ്പോഴും ഈ ഒരു അനാസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്, പൊതുപ്രവർത്തകരുടെ അനാസ്ഥയാണ്. അപ്പോൾ ഒരാളും മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഓരോ പൗരൻ്റെയും കടമയാണ് തങ്ങളുടെ പ്രദേശത്ത് മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അധികാരികളുടെ കൺമുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരനും ഉണ്ട്. അതിനുശേഷം പിന്നീട് രാഷ്ട്രീയമായി മാറി അങ്ങോട്ട് അവരുടെ മേലെ ആരോപണം ഉന്നയിച്ച് ഇവരുടെ മേലെ ആരോപണം ഉന്നയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ലോകത്തുള്ള പല പഠനങ്ങളും നമുക്ക് ലഭ്യമാണ്. അതിലിപ്പോൾ ഈ പ്രളയം കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ഒരു കെടുതി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 10 പോംവഴികളുണ്ട്. ആ പോംവഴികളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. അതിപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഈ നദികളുടെയും തോടുകളുടെയും സ്വാഭാവിക ഒഴുക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, ഈ നദികൾ കയ്യേറുന്നത്, തോടുകൾ കയ്യേറുന്നത്, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണതേ. കാരണം ഈ തോട് കയ്യേറിയും കായൽ കയ്യേറിയും ഒക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോഴും, അല്ലെങ്കിൽ പല തോടുകളും ഇല്ലാതായി പോകുന്നൊരവസ്ഥ വരുമ്പോഴും, പല തോടുകളും നികത്തപ്പെടുമ്പോഴും ഇതൊക്കെ നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഇവിടുത്തെ നാട് ഭരിക്കുന്നവർക്കുമുണ്ട്, ഈ നാട്ടിൽ ജീവിക്കുന്നവർക്കുമുണ്ട്. ഒരു തോട് നികത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മഴ ഭൂമിയിലേക്ക് പെയ്തതിന് ശേഷം ഇത് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടൊരു വഴി വേണ്ടേ? അതല്ല തോടെന്ന് പറയുന്നത്, അതല്ല നദികൾ എന്ന് പറയുന്നത്. ഈ നദികളും പുഴകളും ഒക്കെ കയ്യേറ്റം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാം നിശബ്ദമായിട്ടിരിക്കും. അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കിടന്ന് ഒച്ചത്തിൽ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നദികളുടെയും തോടുകളുടെയും സ്വാഭാവിക ഒഴുക്ക് അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് സംരക്ഷിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം വിഷയം പറയുമ്പോൾ തന്നെ അധികാരം പ്രതി ചേർക്കപ്പെട്ട് കണ്ടിട്ടില്ലാത്തൊരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കാരണം ഈ കൺസ്ട്രക്ഷൻസിനെല്ലാം അനുമതി കൊടുക്കുന്നത് കുറേയൊക്കെ അവിടെ നിന്നാണ്. അപ്പോൾ നല്ലൊരു പാപഭാരം അവരുടെ തലയിലും വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നമ്മളുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾ,
അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള അനധികൃത നിർമ്മാണങ്ങൾക്ക് ഉള്ള അനുമതി നൽകുക എന്ന് പറയുന്നത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരും അതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എല്ലാവർക്കും അതിൻ്റെ വിഹിതം പറ്റുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഒന്നും മറച്ചു വെച്ചിട്ടും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൂടാണ്ട് തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തണ്ണീർത്തടങ്ങളും കായലുകളും സംരക്ഷിക്കുക. പലപ്പോഴും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് നമ്മുടെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ വലിയ ഡയലോഗ്സ് അടിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകാറില്ല. സംസ്ഥാന സർക്കാരൊക്കെ അടിയന്തരമായിട്ട് തന്നെ ഇടപെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. മൂന്നാമതെന്ന് വെച്ചാൽ നഗരങ്ങളിലെ ഈ ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തുക. അതിപ്പോൾ ഈ ഡ്രെയിനേജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കാണ് എനിക്ക് തിരുവനന്തപുരം മേയറായിട്ടുള്ള വി രാജേഷിൻ്റെ വളരെ പ്രമാദമായിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. കാരണം ഇത് തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ മാലിന്യമല്ല ഈ ഒഴുകി വരുന്നത്, മറ്റ് സ്ഥലത്തു നിന്നുള്ള മാലിന്യമാണ് ഒഴുകി വരുന്നത് എന്ന് പറയുന്നത്. നമ്മൾ മാലിന്യം ഒഴുകി പോകാനുള്ള ഡ്രെയിനേജുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഓടകളിൽ നിന്ന് അത് കടലിലേക്ക് ഈ സാധനം എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇറിഗേഷൻ വകുപ്പ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ളൊരു ഏകോപനം, വിവിധ വകുപ്പുകളുമായിട്ടുള്ള ഏകോപനം ഒക്കെ ഇതിനകത്ത് സാധ്യമാണ്. PWD ആയിട്ടുള്ള ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള വകുപ്പുകളുടെയൊക്കെ യോഗം വിളിച്ചു കൂട്ടി കൃത്യസമയത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഡ്രൈനേജ് സംവിധാനമൊക്കെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രളയത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ മഴവെള്ള സംഭരണം വ്യാപകമാക്കുക. പലപ്പോഴും മഴവെള്ള സംഭരണത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ പ്രചരണങ്ങളും വലിയ പോസ്റ്ററുകളും ഒക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും കൃഷി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് കളക്ട്രേറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ മഴവെള്ള സംഭരണത്തെക്കുറിച്ചൊക്കെ പോസ്റ്റർ കാണാം. പക്ഷേ പ്രാക്ടിക്കലി ഇതെവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഒരു സീസണലാണ് ഇതെല്ലാം. ഒരു പ്രശ്നമുണ്ടായി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആളുകളെല്ലാം പെട്ടെന്ന് ചാടിയിറങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവരിതെല്ലാം മറന്നുപോകും. പിന്നെ വീണ്ടും ഒരു പ്രളയം വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മ വരാനായിട്ട്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വനസംരക്ഷണവും മലഞ്ചെരിവുകളുടെ സംരക്ഷണവും. ഈ മലഞ്ചെരിവുകളുടെ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കും, വനസംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കും. ഇവിടെയും ഇതിനകത്ത് വരുന്നത് ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മല ഇടിക്കാനും മണ്ണ് എടുത്തുകൊണ്ട് പോകാനും എത്ര മലകളാണ് ഇപ്പോൾ ഈ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാളെ നമ്മുടെ ജീവനെ ബാധിക്കുന്നതാണ്, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് എന്നുള്ളൊരു സാമാന്യ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. വികസനം ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മല ഇടിക്കുന്ന സമയത്ത് ആ മല ഇടിയുന്നത് മൂലം ആ പ്രദേശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ശാസ്ത്രീയ പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെയുള്ള മണ്ണെടുക്കലിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ എന്നുള്ള നിലപാടാണ് നമുക്കുള്ളത്. അതാണ് ശരിക്കുള്ള പഠനങ്ങളിലും വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണ നിയന്ത്രണം. ഈ വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിലെ നിർമ്മാണ നിയന്ത്രണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊക്കെ വലിയ വിവാദമാകാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും കസ്തൂരിരംഗനെ കുറിച്ചും ഓർക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അണക്കെട്ടുകളുടെ ശാസ്ത്രീയ ജലനിർവഹണം. മഴ പെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പല പ്രവചനങ്ങളും പലപ്പോഴും നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുക. കാരണം ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എറണാകുളം ജില്ല മഴയുണ്ടോ? ഇന്നലെ ആയിരുന്നു എറണാകുളം ജില്ലയിൽ തകർത്ത് മഴ പെയ്തുകൊണ്ടിരുന്നത്. അപ്പം കാലാവസ്ഥാ നിരീക്ഷണമൊക്കെ വളരെ ശക്തമാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അണക്കെട്ടുകളിൽ ശേഖരിച്ചിരിക്കുന്ന വെള്ളം കൃത്യസമയത്ത് തന്നെ തുറന്നു വിടാനായിട്ടൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രളയത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം 2018 ഒരു കാര്യം നമ്മൾ ഓർക്കുക, അണക്കെട്ടുകൾ പട്ടപട്ടപട്ടയെന്ന് ഇങ്ങനെ തുറന്നു വിട്ടതാണ് അന്ന് അതേ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ എട്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണം ശക്തമാക്കുക. ആളുകളെല്ലാം വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന വേസ്റ്റ് രാത്രിയാകുന്ന സമയത്ത് തൊട്ടടുത്തൊരു തോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് പറയുന്നത്? ഈ ഡ്രൈനേജുകളിൽ വരെ കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നാളെ നമുക്ക് തന്നെ പാരയായിട്ട് വരും എന്നുള്ളൊരു കാര്യം ആര് മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒഴുക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മാലിന്യ സംസ്കരണം ശക്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സമയത്ത് കൃത്യമായിട്ട് തന്നെ തോടുകൾ ഒക്കെ മാലിന്യം മുക്തമാക്കി അത് കൃത്യമായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നമുക്ക് ഇല്ലാതെ വരുന്നതാണ് പലപ്പോഴും നമ്മളുടെ ഈ പ്രളയത്തിൽ നിന്നും ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കുവാണ്.
പക്ഷേ ഈ മണ്ണൂത്തിയിൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഗവേഷണം നടക്കുന്നില്ല എന്ന ആരോപണം ഉയരുന്ന പോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തന്നെ പരിശോധിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. പിന്നെ ജനപങ്കാളിത്തം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ എല്ലാ കാര്യങ്ങളോടും സർക്കാർ മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളോടും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഈ ത്രിതല പഞ്ചായത്തുകൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾ പരിപൂർണമായിട്ടും സഹകരിക്കുക എന്നുള്ളതാണ്. ഈ ജനപങ്കാളിത്തത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കാണ് 2018 ഒരു പ്രളയം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് സേവാഭാരതിയും DYFIയും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഇന്നലെ CPM അതിശക്തമായിട്ട് തന്നെ ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ശക്തമായിട്ട് തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന്. ഇപ്പം റാന്നി കോന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് റോഡുകളിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പം ഇത് മാറ്റാനായിട്ട് ആളുകളില്ല. റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ച് സമയം വേണമെന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും DYFIക്കാരും സേവാഭാരതിക്കാരും ഒക്കെ എന്താണ് പിന്നോക്കം നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നോക്കം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പല പ്രൊഫൈലുകളിലും ഒരുപാട് DYFIക്കാരൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ രംഗത്തുണ്ട്. എന്നാൽ യൂത്ത് കോൺഗ്രസും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഫോട്ടോസും റീൽസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ഈ പറഞ്ഞ വേസ്റ്റ് അത് അവിടെ റോഡുകളിൽ തന്നെ ഉണ്ട്. അത് ആര് മാറ്റും, എങ്ങനെ, അത് പൊതുസ്ഥലത്തുള്ള വേസ്റ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ആര് മാറ്റും, എങ്ങനെ മാറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ദ്രുതഗതിയിൽ തന്നെ സർക്കാർ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതിനകത്ത് ജനപങ്കാളിത്തം ആവശ്യമുണ്ട്. അവിടെ ഈ പറഞ്ഞ DYFIയും ഈ പറഞ്ഞ യുവമോർച്ചയും സേവാഭാരതിയും ഒക്കെ ഉണ്ടാവും. കൂടെ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഏറ്റവും ആദ്യം ഇറങ്ങേണ്ടത്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും ചില സ്ഥലത്ത് മാത്രം ചില റീൽസുകൾ കണ്ടു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രവർത്തനവുമായിട്ട് അവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ അവിടെ ഒക്കെ ഇവർ സജീവമായിട്ട് രംഗത്തിറങ്ങുന്നുണ്ടോ എന്ന്. ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രളയം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.